നമ്മൾ ഈയിടെയായി കേട്ടുവരുന്ന ഒരു കാര്യമാണ് വോക്കൽ ഹൈജീൻ. എന്താണ് വോക്കൽ ഹൈജീൻ? ആരാണ് ഇത് കൂടുതലായും ശ്രദ്ധിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഒരുപാട് സമയം ക്ലാസ് എടുക്കുന്ന ടീച്ചേഴ്സ് നേരിടുന്ന പ്രധാന പ്രശ്നമാണ് ഇടയ്ക്ക് ഉണ്ടാകുന്ന ശബ്ദത്തിലുള്ള വ്യത്യാസവും വോക്കൽ സ്ട്രെയിനും. ടീച്ചേഴ്സ് മാത്രമല്ല, പ്രൊഫഷണൽ വോയിസ് യൂസേഴ്സ് ആയിട്ടുള്ള പബ്ലിക് സ്പീക്കേഴ്സ്, സിംഗേഴ്സ്, കുട്ടികളോട് ഉറക്കെ സംസാരിക്കുന്ന അമ്മമാർ എല്ലാവരും നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് വോയിസ് ചേഞ്ച്. വോയിസ് ഹെൽത്തിയായി സൂക്ഷിക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഒന്നാമതായി ചെയ്യേണ്ടതാണ് ബ്രീത്തിങ് എക്സസൈസ്. നമ്മൾ ദിവസേന ചെയ്യുന്ന വ്യായാമത്തിൻ്റെ കൂടെ ബ്രീത്തിങ് എക്സസൈസും ഉൾപ്പെടുത്താവുന്നതാണ്. രണ്ടാമതായി ചെയ്യേണ്ട ഒരു കാര്യമാണ് ഫ്രീക്വൻറ്റ് ഹൈഡ്രേഷൻ. അതായത് ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുക. വെള്ളം കുടിക്കുമ്പോൾ 20 മിനിറ്റ് ഇടവിട്ട് സിപ്പ് ബൈ സിപ്പായി ഇളം ചൂടുള്ള വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക. മൂന്നാമതായി ചെയ്യേണ്ട കാര്യമാണ് അവോയ്ഡ് വോക്കൽ സ്ട്രെയിൻ. അതായത് ഇടയ്ക്കിടയ്ക്ക് ശബ്ദം ഉയർത്തിയോ ശബ്ദം താഴ്ത്തിയോ ഉള്ള സംസാരം ഒഴിവാക്കി എപ്പോഴും ഒരു മോഡറേറ്റ് ലൗഡ്നെസ്സിൽ സംസാരിക്കാൻ ശ്രദ്ധിക്കുക. അടുത്തത് കോൺസ്റ്റന്റ് ത്രോട്ട് ക്ലിയറിംഗ് അഥവാ കഫിംഗ് ഒഴിവാക്കുക എന്നതാണ്. വോയിസ് ചേഞ്ച് അനുഭവപ്പെടുമ്പോൾ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ് ത്രോട്ട് ക്ലിയർ ചെയ്യുക എന്നത്. അത് വോയിസിനെ നെഗറ്റീവായ ഉള്ള ഇൻഫ്ലുവൻസ് ആണ് കൊടുക്കുന്നത്. അതിന് പകരമായി ഒരല്പം വെള്ളം കുടിക്കാവുന്നതാണ്. ഇതെല്ലാം ചെയ്തിട്ടും വ്യത്യാസമൊന്നും അനുഭവപ്പെട്ടില്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് നേടാവുന്നതാണ്.